ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പൊന്നോജിതൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോകുന്നത് അഞ്ജീച്ചിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അർച്ചനയും ഞാനും അച്ഛനും അമ്മയും പാലൂസും തനൂസും കൂടിയാണ് കേട്ടോ അഞ്ജീച്ചിൻ്റെ വീട്ടിൽ പോകുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഇവരൊന്നും ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. ഞാൻ എങ്ങോട്ടും പോകാറുമില്ല, കാരണം കുറച്ച് ലോങ് ആണല്ലോ ഞാൻ, അതുകൊണ്ട് അങ്ങനെ എല്ലായിടും എത്തിപ്പെടാറില്ല. എന്തായാലും ഈ പ്രാവശ്യം പോയ സമയത്ത് എനിക്ക് ഒരുവിധം എല്ലായിടത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കാണാൻ പറ്റി. എന്തായാലും ഈ ഒരു പോക്ക് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം റെയറായിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ വരാറുള്ളൂ. ഈ ഒരു പ്രാവശ്യം വീട്ടിൽ പോയ കാരണം എന്തായാലും ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്നത്. പാലുമ്മ അറിയാനായ ശേഷം ഇതാ ഇവരൊക്കെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. പിന്നെ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തിയടിക്കാൻ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതെല്ലാവരും ചായ ഒക്കെ കുടിച്ച് ഇതാ ഇറങ്ങാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് കേട്ടോ ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അഞ്ജേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആണേ. പിന്നെ ഇവരൊക്കെ കണ്ട് ലോകയടിച്ച് കുറച്ച് സമയം അങ്ങനെയും പോയി കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഷവർമ കഴിക്കണം എന്ന്. പിന്നെ നേരെ വിട്ടുട്ടോ നമ്മുടെ പൂനൂരേക്ക്. അങ്ങനെ ഇത് നേരെ വെച്ച് പിടിച്ചത് ടൗൺ ബേക്ക് എന്ന് പറഞ്ഞ പൂനൂരിലെ ഷോപ്പിലേക്കാണേ. അവിടെ പോയി 3 പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ആയിക്കോട്ടെ, നമ്മളെ പിള്ളേർ വീട്ടിൽ ചെല്ലുന്ന സമയത്താണല്ലോ അല്ലേ അവർക്കൊരു ചിൽ ഔട്ട് ആവുന്നത്. പിന്നെ പോരാത്തതിന് നമ്മുടെ കുട്ടിപ്പട്ടാളംസും ഉണ്ട്, അതുകൊണ്ട് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. അപ്പത്തേക്ക് ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഷവർമയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആസ്വദിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റോട്ടിലേക്കൊന്ന് ഇറങ്ങി പൂനൂരങ്ങാടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയും കൂടി എനിക്കുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ഞാനും പാലൂസും അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ തിരിച്ച് രാവിലെ 7 മണിക്കാണ് പ്രിയദർശിനി ഓർഡിനറി പേരാമ്പ്രയ്ക്കുള്ളത്. ആ ഒരു ബസ്സിലാണ് ഞാൻ ഇന്നും തിരിച്ച് റിട്ടേൺ പോകുന്നത് കേട്ടോ. അപ്പോൾ ബൈ ബൈ.